ഹായ് എല്ലാവർക്കും നമസ്കാരം. ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന 2024 വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് RPF GD. നിങ്ങൾക്കറിയാം RPFന്റെ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. GD എക്സാമിന്റെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റിൽ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വർഷം ഫോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും അതുപോലെ തന്നെ SSC GDയുടെയും എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും അക്കാഡമി എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും എന്നുള്ള വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് നമ്മുടെ അക്കാഡമിയിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാർ എങ്ങനെയാണ് നമുക്ക് ഇത്തരം കോഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഓഫ്ലൈനായിട്ട് പറ്റുമോ, ഓൺലൈനായിട്ട് പറ്റുമോ, അതുപോലെ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ പഠിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ച്, ഫീസ് സ്ട്രക്ചർ ഒക്കെ എത്രയാണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു കൃത്യമായ ഉത്തരം തരാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഫ്രീക്വന്റ്ലി എത്താനായിട്ട് സാധിക്കാത്തത്. ഓഫ്ലൈൻ അക്കാഡമികളിൽ എല്ലായിടത്തും, അതായത് ട്രിവാൻഡ്രവും കാലിക്കറ്റും കൊല്ലവും എല്ലാം ഓടി എത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം നിങ്ങളെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അറിയിക്കാനും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ നമുക്ക് ഈ വർഷത്തെ RPF GD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ദിശ അക്കാഡമിയോട് ചേർന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 3 മോഡിൽ അക്കാഡമിയിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെയും, മറ്റൊന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും, മറ്റൊന്ന് യൂട്യൂബ് ക്ലാസ്സുകളിലൂടെയും പ്രിപ്പയർ ചെയ്യാം. ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എവിടൊക്കെയാണ്. നമുക്ക് ട്രിവാൻഡ്രം ഉണ്ട്, അതുപോലെ കാലിക്കറ്റ് ഉണ്ട്, അതുപോലെ കൊല്ലമുണ്ട് അക്കാഡമി, അതുപോലെ കൊട്ടാരക്കര അക്കാഡമി ഉണ്ട്. അപ്പൊ RPF GD 2024 വരുന്ന പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, RPFന് 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് 23 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഏജിലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ വർഷം ഫോഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായിട്ട് പഠിക്കാം. റെയിൽവേക്ക് അത്യാവശ്യം നിങ്ങൾ ലിസ്റ്റിൽ വന്ന എല്ലാ ആളുകളെയും എടുക്കാനുള്ള സാഹചര്യം ഉള്ള പരീക്ഷ കൂടിയാണ്. അതുകൊണ്ട് ഒട്ടും ഡിസപ്പോയിന്റഡ് ആവാതെ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പഠിക്കുന്നതിന് സാർ എത്രയാണ് ഫീസ്? ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുള്ള ഫീസാണ്. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ RPF എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എക്സാം വരെയുള്ള നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 12,000 rupees ആണ്. പറഞ്ഞു മനസ്സിലായോ? ഇനി ഇതിന്റെ ഒപ്പം നിങ്ങൾ GD കൂടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഫീസ് നിങ്ങളോട് പറയുകയാണ്. 12,000ഉം 15,000ഉം ഇൻക്ലൂഡിങ് GST ഉൾപ്പെടെ വരുന്ന ഫീസാണ് ഈ 12,000ഉം 15ഉം എന്ന് പറയുന്നത്. ഈ ഫീസിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരെ, രണ്ടിന്റെയും എക്സാമിനേഷൻ വരെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്താം. അക്കാഡമിയിൽ എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. RPFനാണെങ്കിൽ വീക്കിൽ 3 days ക്ലാസ്സുകളും, GDക്കാണെങ്കിൽ വീക്കിൽ 4 days ക്ലാസ്സുകളുമാണ് വരുന്നത്. ക്ലാസ്സുകൾക്ക് ശേഷം പ്രിപ്പറേഷൻ ഉണ്ട്. നിങ്ങളെ മെറ്റീരിയൽ സോൾവിങ്, അതുപോലെ തന്നെ പ്രാക്ടീസ് സെറ്റ് സോൾവിങ്, ഇങ്ങനെയുള്ള പരിപാടി പിടിച്ചിരുത്തി കൃത്യമായ ടൈം ടേബിൾ കൊടുത്ത് പഠിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ. അത് തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇത് നിങ്ങൾ അക്കാഡമിയിൽ വരുന്നവർക്ക് കൃത്യമായി ടൈം ടേബിൾ ഇട്ട് നിങ്ങളെ പിടിച്ചിരുത്തി ഫോഴ്സ്ഫുള്ളി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഓഫ്ലൈൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഈ ഒരു അവസരം യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ദിശ അക്കാഡമിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിലുള്ള അക്കാഡമി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദിശ അക്കാഡമിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലേസുകളിലെ അക്കാഡമിയിൽ പഠിക്കാം. നമ്മുടെ 4 അക്കാഡമികളിലും RPF GDയുടെ ബാച്ചുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഓഫ്ലൈൻ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവിടെ വന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കാഡമിയിൽ പഠിക്കാം. ദിശ അക്കാഡമിയിൽ തന്നെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ അവിടെ ഒപ്പമുണ്ട്. ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ ആർക്കാണ്? പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ RPFന്റെ ബാച്ചിന് വരുന്നത് 3,999 ആണ് ഫീസ് വരുന്നത്. എന്നാൽ പ്ലസ് GDയും കൂടെ ചേർത്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് 5,999 അടച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ RPF മാത്രമാണെങ്കിൽ 3,999ഉം RPFും GDയും കൂടെ ചേർത്ത് 5,999ഉമാണ് ഫീസ് വരുന്നത്. അപ്പൊ 2 കോഴ്സ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ആ പാക്കേജ് എടുത്ത് പഠിക്കാം. അപ്പോൾ ഓൺലൈൻ പഠിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് ദിശ ഓൺലൈൻ
ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ക്ലാസ്സുകളുണ്ട്. ലൈവ് ക്ലാസ്സുകളായിട്ടാണ് ക്ലാസ് വരുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ചിലപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പോയിട്ടുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ രാവിലെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈമിൽ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പിൽ നിന്ന് പഠിക്കാം. നമ്മുടെ നമ്പറിലേക്ക്, ദിശ അക്കാഡമിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഫീച്ചേഴ്സ് ദിശ അക്കാഡമിയോടൊപ്പം ചേർന്ന് നിന്ന് ഓഫ്ലൈനിലോ ഓൺലൈനിലോ പഠിക്കാനുള്ള അവസരങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി യൂട്യൂബ് ക്ലാസ് എന്താണ്? ചില ആളുകളെങ്കിലും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ദിശ ആർമി എക്സാംസ് എന്ന് പറയുന്ന ഒരു ചാനൽ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് നമ്മളെ ക്ലാസ്സുകൾ അതിലൂടെ ഇട്ട് കൊടുക്കും. നിങ്ങൾക്കറിയാം, വെറുതെ പേരിന് വേണ്ടി 1-2 ക്ലാസ്സുകൾ ഇടുന്ന അക്കാഡമി അല്ല. നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏകദേശം 1600 വീഡിയോസ് ഉണ്ട്. അതിൽ തന്നെ 1400ഓളം ക്ലാസ്സുകൾ തന്നെയാണ് വരുന്നത്. ബാക്കി ഒരു 200 വീഡിയോസ് നമ്മുടെ നോട്ടിഫിക്കേഷനും സക്സസ് വീഡിയോസും ഒക്കെ ചേർന്നിട്ടാണെങ്കിൽ 1400ഓളം SSC റെയിൽവേ എക്സാമുകളുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ മാത്രമാണ്. അതായത് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ മാത്രമാണ്. ഏതൊരാൾക്കും പരിശോധിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ മറ്റൊരു അക്കാഡമിക്കും, SSC റെയിൽവേ എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു അക്കാഡമിക്കും ഇത്രയും വീഡിയോസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇപ്പൊ കുറെ അക്കാഡമികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ചില അക്കാഡമികളൊക്കെ പെട്ടെന്ന് കയറി കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ദിശ അക്കാഡമി ഒരു വർഷം നിങ്ങൾക്ക് അറിയാം 365 ദിവസങ്ങളാവുള്ളത്. എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ചിട്ടാൽ പോലും എത്ര വീഡിയോ വരും? 365 വീഡിയോസേ വരത്തുള്ളൂ. അപ്പൊ 1600 വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ദിശ അക്കാഡമി 4 വർഷങ്ങൾ, അതായത് നമ്മുടെ കൊറോണയ്ക്കും ഒക്കെ മുന്നേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെയിൽവേ SSC എക്സാമുകളെ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഒഫീഷ്യൽ ചാനലിൽ കയറി ധൈര്യമായിട്ട് കണ്ടു തുടങ്ങി പഠിക്കാവുന്നതാണ്. കൂടാതെ ആർമി എക്സാംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ആ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർക്ക് അത്രത്തോളം ഒരു പ്രചോദനമാണ് അതിൽ നിന്നുണ്ടാവുന്നത്. അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ ഷെയറും, നിങ്ങൾക്ക് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓരോ ക്ലാസ്സുകളുടെയും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുകയും ചെയ്യും. ഇത് ആണ് ദിശ അക്കാഡമി ഓഫർ ചെയ്യുന്ന 3 മോഡുകൾ. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. RPF GD എക്സാം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, GD പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ദിശ അക്കാഡമി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഫീസ് സ്ട്രക്ചർ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഓഫ്ലൈനിലെ ഫീസ് സ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് GST ആണ്. ഇതാണ് ഓൺലൈനിലെ ഫീസ്, ഇതും ഇൻക്ലൂഡിംഗ് GST ആണ്. നിങ്ങൾക്ക് ടോട്ടൽ ഇത്രയും ഫീസ് മാത്രമേ ഓരോ കോഴ്സിനും വേണ്ടി സെപ്പറേറ്റ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവര് നമ്മുടെ ചാനലിന് താഴെ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ ഇടാറുണ്ട്. അത് ശരിക്കും നമ്മുടെ അധ്യാപകർക്ക് ശരിക്കും ഒരു പ്രചോദനമാണ്. കണ്ടോ, ദിശ ഉള്ളപ്പോൾ എന്ത് സീൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ചില കമന്റുകൾ. നമ്മുടെ GD ക്ലാസ്സുകൾ കണ്ടിട്ടിട്ടവർ തന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ ഓരോ വീഡിയോയ്ക്ക് വിടുന്ന സപ്പോർട്ട്, അത് നമ്മുടെ അധ്യാപകർക്ക് ഉണ്ടാകുന്ന എനർജി എന്താ? പാതിരാത്രി വരെ ഉണർന്നിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനുള്ള എനർജി അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നെഗറ്റീവ് കമന്റുകൾ അടിക്കുമ്പോൾ ഞങ്ങൾ ദിശയുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ദിശ അക്കാഡമി കൃത്യമായും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടെന്നറിയാം, ഉറപ്പായിട്ടും ഉണ്ടെന്നറിയാം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നറിയാം, നിങ്ങളുടെ ലൈക്ക് ഉണ്ടെന്നറിയാം, നിങ്ങളുടെ ഷെയർ ഉണ്ടെന്നറിയാം, നിങ്ങളുടെ കമന്റ് ഉണ്ടെന്നറിയാം. അതാണല്ലോ ഞങ്ങളുടെ എനർജി എന്ന് പറയുന്നത്. ദിശ എന്ന് പറയുന്ന അക്കാഡമി കേരളത്തിൽ 4 പ്ലേസിൽ എക്സിസ്റ്റഡ് ആയിട്ടുള്ള അക്കാഡമിയാണ്. നിങ്ങൾ അക്കാഡമിയെ സ്നേഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും നേരിട്ട് വന്ന് നമ്മൾ ഓരോരുത്തരെയും കാണാം. അക്കാഡമിയിൽ എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. നമ്മൾ ഒരിക്കലും ഒളിഞ്ഞിരിക്കുന്ന അക്കാഡമി അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കുകളും സ്വീകരിക്കുന്ന ഒരു അക്കാഡമിയാണ്. പക്ഷെ പലപ്പോഴും ഞാനിതിപ്പോൾ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടായിരിക്കും, സാർ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു കമന്റിനെ പറ്റി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ചില ആളുകൾ ഇപ്പോൾ ഒരു SSC RRBയുടെ ഒരു മത്സരം പലയിടത്തുമായി നടക്കുന്നത് കൊണ്ട് ചില ആളുകളെങ്കിലും വന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില ആളുകൾ വന്ന് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ, വളരെ മോശമായിട്ടുള്ള കമന്റുകൾ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ പറയും, സാർ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് ആണ്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എങ്കിൽ പോലും ചില ശതമാനം വിദ്യാർത്ഥികളെ എങ്കിലും അത് മിസ്ലീഡ് ചെയ്യാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് കറക്റ്റായിട്ടൊരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ആളുകളെ വീഡിയോയിൽ, കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു കമന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം.
മോശം കമന്റ് എന്നുള്ളതല്ല, വെറുതെ ഒരു കമന്റ് വന്നിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ കണ്ടോ, ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി നമുക്ക് വ്യക്തമല്ല. ഹെൽസൺബർഗ് 123 ഇദ്ദേഹത്തിന്റെ പേരൊന്നും അറിയത്തില്ല. നമ്മൾ മാത്സ് റീസണിങ് മാത്രമേ ഫുള്ള് ക്ലാസ് കവർ ചെയ്യുന്നുള്ളൂ, GK തീർത്തില്ല, ഓഫ്ലൈൻ ക്ലാസിന്റെ കാര്യം അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾ ഐഡന്റിറ്റി നിങ്ങൾക്ക് പറയാമോ? പറയാമെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. കാരണം നമ്മളുടെ കോഴ്സുകളൊക്കെ 1 ഇയർ കോഴ്സുകളാണ്. അപ്പൊ അവിടെ പല ആളുകളും ചിലപ്പോൾ പകുതിക്ക് വന്നിട്ട് കളഞ്ഞിട്ട് പോകുന്നവരുണ്ട്, കൃത്യമായി ഇപ്പോഴും അക്കാഡമികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ചിലർ അവരുടെ മിസ്റ്റേക്കുകൾ കാരണം നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതൊരു അക്കാഡമിയിൽ നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ, എല്ലാ അക്കാഡമികൾക്കും ക്ലാസ്സുകൾ മാത്രമല്ലേ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ കൃത്യമായി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്ത് പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. അപ്പൊ ഇതുപോലെ ഐഡന്റിറ്റി വ്യക്തമാക്കാത്ത ചില ആളുകൾ വന്ന് കമന്റ് ചെയ്യും. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോയുടെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കി, ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയുടെ മുകളിൽ ഒന്ന്, ഹെൽസൺബർഗ്, ഇദ്ദേഹത്തിന്റെ പേരൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇദ്ദേഹം നമ്മുടെ ചാനലിലേക്ക് 14 കമന്റുകൾ ഇട്ടു. ആ ഐഡന്റിറ്റി പോലും വ്യക്തമാകാത്ത ഒരാൾ 14 കമന്റുകൾ ഇട്ടു. എന്നിട്ട് അദ്ദേഹം ഇട്ടേക്കുന്നു, അദ്ദേഹം 101 OBC മെയിൽ മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ട് വന്ന ഒരു കമന്റ്. ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ GD റിസൾട്ടിന്റെ കട്ട് ഓഫ് പറഞ്ഞ വീഡിയോയിൽ 101 മാർക്ക് OBC കിട്ടി. അപ്പോൾ വളരെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം ഐഡന്റിറ്റി വെളിവാക്കാതെ വന്ന് ഇതേപോലെ പോസിറ്റീവ് കമന്റിന്റെ കൂടെ ചുമ്മാതെ കൃത്യമായ ഐഡന്റിറ്റി ഇല്ലാതെ കണക്ക് ഓഫ് നെഗറ്റീവ് മീൻസ് കമന്റുകളും ഇടും. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരുന്നതിലോ അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്സിലോ അക്കാഡമിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ നമ്മുടെ കറക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അക്കാഡമിയാണ് ദിശ അക്കാഡമി. കുട്ടികളുടെ സജഷൻസും കുട്ടികളിൽ നിന്നുള്ള ഫീഡ്ബാക്കും, ഇപ്പോൾ ഓഫ്ലൈൻ അക്കാഡമികളാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ക്ലാസ് റൂമുകളിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന അക്കാഡമിയാണ്. നിങ്ങൾ ഓൺലൈൻ, നിങ്ങളെ യൂട്യൂബ് കാണുന്ന നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, തീർച്ചയായിട്ടും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 101 മാർക്ക് സ്കോർ ചെയ്ത ആള് ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത് ബോധപൂർവ്വം, അതായത് ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ കേട്ടോ, ഐഡന്റിറ്റി വൃത്തിയായി പറഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊരു ഫീഡ്ബാക്ക് ആയി, ഒരു സജഷൻ ആയി എടുക്കും. കാരണം ഇങ്ങനെ ആളുകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് കമന്റ്, ഇത് മാത്രമല്ല, ചില ആളുകൾ, ഞാനിപ്പം റീസെന്റ് ആയിട്ട് അബ്ദുൽ സാറിന്റെ ഒരു വീഡിയോയുടെ താഴെ, ഇപ്പം നമ്മുടെ വന്ന വീഡിയോയുടെ താഴെ, നമ്മൾ ഒരു വസ്തുത നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ നോക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ചില ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളുടെ കമന്റുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഐഡന്റിറ്റി വ്യക്തമാക്കാതെ കമന്റ് ചെയ്യുന്ന കുറെ ആളുകളുടെ കമന്റ്സും നമ്മുടെ ഭാഗത്ത് വരാം. അപ്പോൾ നമ്മളുടെ ശക്തിയായി, നമ്മളുടെ ഒരു സൈഡായി കൂടെ നിൽക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ട് അല്ലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന യൂട്യൂബ് കാണുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഇഷ്ടവും കമന്റുകളായി കൂടെ ഉണ്ടാവുക. നിങ്ങളുടെ ഇത്തരം റെസ്പോൺസുകൾ, നിങ്ങളുടെ ഇത്തരം കമന്റുകൾ ആണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാ പറഞ്ഞു, ദിശ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എന്തിനാണ് പേടി, ദിശ അക്കാഡമി നമ്മൾ കൂടെ നിന്ന് അത്രയും സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കറിയാം നമ്മുടെ GD ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ GD ക്ലാസ്സുകളൊക്കെ കണ്ട് ജോലി മേടിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ആ വീഡിയോയുടെ താഴെ, നിങ്ങൾ നമ്മുടെ പഴയ ക്ലാസ്സുകളുടെ എല്ലാം ബാക്കിലേക്ക് പോയി നോക്കിയാൽ മതി. ഒരുപാട് വന്നിരിക്കുന്ന കമന്റുകൾ മാത്രം മതി നിങ്ങൾക്കുള്ള തെളിവെന്ന് പറയുന്നത്. അക്കാഡമി എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ബാക്കിലുള്ള ആ കമന്റുകൾ മാത്രം പോയി നോക്കിയാൽ മതി. അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ, നിങ്ങൾക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് അറിയിക്കാം, തീർച്ചയായിട്ടും അറിയിക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഐഡന്റിറ്റി വെളിവാക്കി തന്നെ അയക്കണം. അല്ലാതെ ചില നീറ്റ് PSC ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല അക്കാഡമികൾ വന്നിട്ട് PSSC ഒക്കെ പെട്ടെന്ന് കയറി സ്റ്റാർട്ട് ചെയ്ത പല അക്കാഡമികളും ഉണ്ട്. അപ്പൊ അത്തരം അക്കാഡമികളൊക്കെ അതിന്റെ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് മറ്റൊരു അക്കാഡമിയെ തെറിവിളിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, അല്ലെ കമന്റുകൾ ഇടാം എന്നൊക്കെ വിചാരിക്കുന്ന, കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ഇതിനെ കാണുന്ന പല ആളുകളുമുണ്ട്. അത്തരം ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ ജെന്യുവൻ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ മിസ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എനർജിയും തന്നെയാണ് ദിശ അക്കാഡമിയിലെ ഓരോ അധ്യാപകനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീണ്ടും നിങ്ങൾ നല്ല കമന്റുകളും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വാലിഡ് ആയിട്ടുള്ള സജഷൻസും, നല്ല ഫീഡ്ബാക്ക്, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ നല്ല സജഷൻസ്, നിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കി തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ നമ്മളുടെ തെറ്റുകൾ തിരുത്തി നമ്മളും മുന്നോട്ട് പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന ഓരോ അധ്യാപകരെയും മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ദിശ അക്കാഡമിയുടെ ആർമി ചാനലിലൂടെ RPF GD ക്ലാസ്സുകൾ വരികയാണ്. അപ്പോൾ RPF GD ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ബന്ധുക്കളിലേക്കും എല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.